ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ പുനലൂരിൽ മെയ്ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. പുനലൂർ TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൌൺ ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. ആയിരത്തി 1884 ഫെഡറേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ട്രേഡ് ആൻഡ് ലേബർ യൂണിയന്റെ നേതൃത്വത്തിൽ ലോക തൊഴിലാളികൾ ഒന്നടങ്കം 8 മണിക്കൂർ ജോലി സമയം നിജപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1886 മെയ് 4 ചിക്കാഗോയിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. സമാധാനപരമായി നടന്ന യോഗത്തിനിടെ അജ്ഞാതർ പോലീസിനെതിരെ ഡൈനാമിറ്റ് ബോംബെറിഞ്ഞു. തുടർന്നുണ്ടായ പോലീസ് വെടിവയ്പിൽ 4 തൊഴിലാളികളും സംഘർഷത്തിൽ 7 പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. തുടർന്ന് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ലേബർ 1888 നടത്തിയ കൺവെൻഷനിലെ തീരുമാനപ്രകാരം 1890 മുതൽ എല്ലാ വർഷവും മെയ് 1 ലോകത്തിലെ എല്ലാ തൊഴിലാളികളും സംഘടിച്ച് അന്താരാഷ്ട്ര തൊഴിൽ ദിനമായി പ്രഖ്യാപിച്ച് ആചരിക്കുകയാണ്. 80 രാജ്യങ്ങളിൽ തൊഴിലാളികൾ അവധിയെടുത്ത് ഔദ്യോഗികമായി തൊഴിലാളി ദിനം ആഘോഷിക്കുമ്പോൾ മറ്റു ചില രാജ്യങ്ങളിൽ അനൌദ്യോഗികമായി ഈ ദിനം ആഘോഷിക്കുന്നു. പുനലൂരിൽ സംഘടിപ്പിച്ച മെയ്ദിന റാലിയുടെ സമാപന യോഗം പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. ലോകത്തെമ്പാടും തൊഴിലാളികൾക്ക് ഒരു കാലത്ത് അവർ സംഘടിക്കാൻ, അതുപോലെ തന്നെ സമരം ചെയ്യാൻ, അവകാശങ്ങൾ ചോദിക്കാൻ ഇതിലൊന്നും തന്നെ അവസരമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ തൊഴിലാളികൾക്ക് ന്യായമായ വേതനം, തൊഴിലാളികളുടെ തൊഴിൽ നിയമങ്ങൾ ഉണ്ടാകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ തോതിൽ സമരങ്ങളും ഒക്കെ ആരംഭിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ 8 മണിക്കൂർ ജോലി സമയം 8 മണിക്കൂർ എന്ന രീതിയിൽ നിജപ്പെടുത്തുക, 8 മണിക്കൂർ വിശ്രമം, അതുപോലെ തന്നെ 8 മണിക്കൂർ വിനോദം, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലോക തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് 1888 അമേരിക്കയിൽ ചിക്കാഗോയിൽ ഒത്തുകൂടിയ പട്ടണത്തിൽ ഒത്തുകൂടിയ തൊഴിലാളികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവര് ഈ ആവശ്യം അധികാരികളുടെ മുമ്പിൽ ഉയർത്തി വൻപിച്ച തോതിലുള്ള പ്രകടനവും പ്രക്ഷോഭവും സംഘടിപ്പിക്കുകയുണ്ടായി. CPI നേതാവ് ജോബോയ് പെരേര അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് മാത്യു, CPM ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, CPI മണ്ഡലം സെക്രട്ടറി C. അജയപ്രസാദ്, നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ, S. ബിജു, VP ഉണ്ണികൃഷ്ണൻ, J. ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.